രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 152ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതുകൂടാതെ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ കൊല്ലത്താണ്, ദൂരെ നിന്ന് വരുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഇതെല്ലാം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ 96453339 എന്ന നമ്പർ, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. അതുകൂടാതെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, തീർച്ചയായും കാണണം. പിന്നെ ജ്യോതിഷം എന്ന ഹെഡിങ്ങിൽ കാണുന്നത്, അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളത് കാണണം. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഭക്തമീരയെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, പിന്നെ ശ്രീബുദ്ധനെ കുറിച്ചുള്ള, ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള വീഡിയോ, അതിനകത്ത് കഥ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ നിങ്ങൾ രാധികാ കവചം 2 ഉണ്ട്, ആ 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്, രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അധികം താമസിയാതെ രാധികാ സഹസ്രനാമം അധികം ആരും അറിയാത്ത അതീവ നിഗൂഢമായ 2ാമത്തെ രാധികാ സഹസ്രനാമം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഇതിനകം വെച്ച് നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ അൽബയാണത് പാടിത്തരുന്നത്. അപ്പോൾ അൽബയുടെ നാദമാധുര്യത്തിലൂടെ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എന്നെയും നിങ്ങളെയും എല്ലാം സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. രാധയുടെ പ്രണയം 152ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റെവിടെയും പോകത്തില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിശ്ചയമായും നിങ്ങളത് കണ്ടിരിക്കണം. നിങ്ങൾക്കതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ വിളിച്ചാലും മതി. അപ്പം നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ വട്ടം നമ്മൾ രാധാറാണി കൃഷ്ണനെ പരീക്ഷിച്ചത് നമ്മളൊരു എപ്പിസോഡ് പറഞ്ഞിരുന്നു. അതിന് മറ്റൊരു വേർഷനുണ്ട്, മറ്റ് 2 വേർഷനുണ്ട്. എങ്കിലും അടുത്ത ഒരു വേർഷനിലേക്കാണ് ഞാൻ പറയുന്നത്. രാധാറാണിയെയും കൃഷ്ണനെയും കുറിച്ചുള്ള പല കഥകൾക്കും പല പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരിടത്ത് വേറൊരു രീതിയിലായിരിക്കും അത് കേട്ടിരിക്കുന്നത്, മറ്റൊരിടത്ത് വേറൊരു രീതിയിലായിരിക്കും. ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. ഒരു ദിവസം വൃന്ദാവനത്തിൽ കൃഷ്ണൻ തൻ്റെ ആ തോഴന്മാരും അതോടൊപ്പം തന്നെ രാധാറാണിയുടെ സഖിമാരും രാധാറാണിയും എല്ലാവരും ഒത്തങ്ങനെ ഉല്ലസിച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഉല്ലസിച്ചങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നോക്കൂ, നാളത്തെ ദിവസം എനിക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ആഹാരം ആരാണോ കൊണ്ടുവരുന്നത് അവരോടൊത്ത് ഞാൻ ആടുകയും പാടുകയും ചെയ്യും, അവരോടൊത്ത് ഞാൻ രാസലീല നടത്തും. നാളെ ഒരു ദിവസം മുഴുവനും ഞാൻ അവർക്ക് വേണ്ടി ചെലവാക്കുന്നതായിരിക്കും. ഇത് കേട്ടപ്പോൾ ചന്ദ്രാവലി പറഞ്ഞു, കൃഷ്ണ, നീ വെറുതെ കള്ളത്തരം പറയരുത് കൃഷ്ണ. അപ്പോൾ പറഞ്ഞു, ഇല്ല ചന്ദ്രാവലി, ഞാൻ പറയുന്നത് സത്യമാണ്. നാളെ നിങ്ങൾ സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ, നമ്മുടെ ഭാഷയെ പറഞ്ഞ 12 അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആഹാരവുമായി വരണം. സകല ഗോപികമാരും വീട്ടിലേക്ക് പോയി എല്ലാവരും ഉത്സാഹത്തോടെ കൃഷ്ണൻ ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. രാധാറാണി എന്ത് ചെയ്തു എന്നറിയാമോ? രാധാറാണി ഒരു പാത്രത്തില് സാധാരണ ഭക്ഷണം അത്രയേ ഉള്ളൂ, കൃഷ്ണൻ ഇഷ്ടപ്പെട്ട പലതും അതിനകത്തുണ്ടാക്കിയില്ല. വെറും സാധാരണ ഭക്ഷണം മാത്രം നിറച്ചുകൊണ്ട് പാത്രവുമായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്നപ്പോൾ വഴിയരികിൽ ഒരു കുട്ടി നിൽക്കുന്നു. ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഈ പാത്രത്തിൽ എന്താണ്? അപ്പൊ രാധാറാണി അലസമായി പറഞ്ഞു, ഇത് ഭക്ഷണമാണ് മോനെ, ഒരാൾക്ക് കൊടുക്കാനായി കൊണ്ടുപോവുകയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് നന്നായി വിശക്കുന്നു, ഇതെനിക്ക് തരുമോ? രാധാറാണി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതിനെന്താ, മോന് തരാമല്ലോ, മോനിത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ രാധാറാണി ആ പയ്യന് ഏത് കൊടുക്കുകയാണ്? ഈ അന്നം, കൃഷ്ണന് കൊണ്ടുവന്ന അന്നം കൊടുക്കുകയാണ്. ഇത് തന്നെ വേറൊരു വേർഷനിൽ നിങ്ങൾ കേട്ടിരിക്കും. ഒരു സ്ത്രീ പാവപ്പെട്ട ഒരു കൊച്ചു ചെറുക്കനുമായിട്ടിരിക്കുന്നു, അവൻ വിശന്ന് കരയുന്നു. അങ്ങനെ പല വേർഷനുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുഞ്ഞ് അവിടെ ഇരുന്നതെല്ലാം ഭക്ഷിച്ചിട്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ രാധാറാണി പറഞ്ഞു, ഞാൻ തന്നെ കഴുകിക്കൊള്ളാം, മോൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു. രാധാറാണി യമുനയിൽ ചെന്ന് കുറച്ച് വെള്ളമെടുത്ത് കഴുകി. അതിനുശേഷം രാധാറാണി ആ പാത്രത്തിനകത്ത് യമുനയിലെ ജലം നിറച്ച് അടച്ചു വെച്ചിട്ട് രാധാറാണി പറഞ്ഞു, അങ്ങനെ ഇപ്പം നീ കഴിക്കണ്ട കൃഷ്ണ, നിനക്ക് മറ്റ് സ്ത്രീകളുമൊത്ത് എന്ത് ചെയ്യണം? ഇന്ന് ഏതെങ്കിലും ഒരു ഗോപികയുമൊത്ത് അങ്ങനെ ഉല്ലസിക്കണമില്ലേ? അതിന്
അതിനുവേണ്ടി നിനക്ക് സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ രാധയെ കിട്ടില്ല. മറിച്ച് കൃഷ്ണ നീ പറയുകയാണ്, രാധേ നീ എനിക്ക് സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വാദുള്ള ഭക്ഷണം നിനക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ വരും. പക്ഷേ നീ എന്താ കരുതിയത് കൃഷ്ണ? മറ്റു ഗോപികമാരോടൊപ്പം മത്സരിക്കാൻ ഈ രാധ നിൽക്കുമെന്നോ? നീ കുറെ ഗോപികമാരെ വിളിച്ച് നാളെ ആരാണ് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അവരോടൊത്ത് ഞാൻ നാളത്തെ ദിവസം ചെലവഴിക്കുമെന്ന് പറയുമ്പോൾ ആ ഗോപികമാരും ഞാനും ഒന്നാണോ കൃഷ്ണ? അല്ല അല്ല, അങ്ങനെ ആകരുത്. ഞാൻ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി അവരോടൊപ്പം കൊണ്ടുവന്നാൽ ഞാനും അവരും തമ്മിൽ മത്സരിക്കുകയാണ്, നിന്നെ നേടാനെന്ന് വരും. അതിന് രാധയെ കിട്ടില്ല കൃഷ്ണ, അതിന് രാധയെ കിട്ടില്ല. അതുകൊണ്ട് രാധ സാധാ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോഴാണ് ഈ കുഞ്ഞു ചോദിച്ചത്. ഇനി രാധാറാണി എന്ത് ചെയ്തു? അതിനകത്ത് യമുനയിലെ ജലം നിറച്ചിട്ട് രാധാറാണി പറഞ്ഞു, ഇന്നത്തെ ദിവസം ഇവൻ ഇത് കുടിച്ചാൽ മതി. അങ്ങനെ മത്സരിച്ച് ജയിച്ച് കൃഷ്ണ എനിക്ക് നിന്നെ വേണ്ട. ഒരു മത്സരവും അതിൽ നിന്ന് കിട്ടുന്ന ജയവും അത് ഈ രാധയ്ക്ക് വേണ്ട കൃഷ്ണ. അങ്ങനെ രാധ ഒരു ചെറിയ പാത്രവുമായിട്ട് അതിൽ നിറയെ യമുനയിലെ ജലവുമായിട്ട് കൃഷ്ണന്റെ അടുക്കലേക്ക് പതുക്കെ പോവുകയാണ്. അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞ സമയം കഴിഞ്ഞു അല്ലേ? സൂര്യന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് വിട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 12 മണി കഴിഞ്ഞു, 1 മണിയായി. അപ്പോഴും കൃഷ്ണൻ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ മറ്റു ഗോപികമാരെല്ലാം ഭക്ഷണം കൊണ്ടുവന്നു. അപ്പൊ ഗോപികമാര് പറഞ്ഞു, കൃഷ്ണ ഇത് നീ തുറന്നു നോക്ക്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, തുറന്നു നോക്കാം, ഒരല്പം തിരക്കെനിക്കുണ്ട്, അതൊന്ന് തീർന്നതിന് ശേഷം ആകട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണൻ കുറെ തിരക്കുകളൊക്കെ അഭിനയിച്ച് അവിടെ നിന്നു. അപ്പോഴാണ് ആ സമയത്താണ് ആടി 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 ആര് വരികയാണ്? രാധാറാണി. രാധാറാണിയുടെ വരക്കം കണ്ട് കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. രാധാറാണി കൃഷ്ണന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പാത്രം വെച്ചിട്ട് പറഞ്ഞു, ഇന്നാ കൃഷ്ണ നിനക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഇതിനകത്തുണ്ട് കൃഷ്ണ. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഓരോരുത്തരുടെയും ഗോപികമാരുടെ പാത്രങ്ങൾ തുറന്നു. അതിലൊക്കെ സ്വാദുള്ള വിഭവങ്ങള്, വല്ലാത്ത കൊതിപ്പിക്കുന്ന മണമാണ് അതിൽ നിന്ന് വരുന്നത്. ഓരോ ഗോപികയും വിചാരിച്ചു, ഞാൻ കൊണ്ടുവന്നതാണ് ഉത്തമം, ഞാൻ കൊണ്ടുവന്നതാണ് ഉത്തമം. ഒടുവിൽ കൃഷ്ണൻ വന്ന് രാധാറാണിയുടെ പാത്രത്തിൽ കൈവച്ചു. അപ്പൊ രാധാറാണി 2 കൈയൊക്കെ ഇങ്ങനെ കെട്ടി ദൂരെ മാറി നിൽക്കുകയാണ്. ഇപ്പൊ രാധാറാണിയുടെ മനസ്സിൽ ഇങ്ങനെയാണ്, തുറക്ക് നീ തുറക്ക്, നിനക്ക് യമുനാജലം കുടിച്ചാൽ മതി, നീ വേറെ ഒന്നും നീ കഴിക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ ആ കൈ പാത്രത്തിൽ വെച്ചിട്ട് രാധാറാണിയെ ഒന്ന് നോക്കി. കടക്കണ്ണിട്ടുള്ളൊരു നോട്ടം. രാധാറാണിയുടെ ആ നിൽപ്പ് അത് കൃഷ്ണന് നല്ലവണ്ണം അങ്ങ് ഇഷ്ടപ്പെട്ടു. കൃഷ്ണൻ മനസ്സിൽ പറഞ്ഞു, ഇവളാണ് പെണ്ണ്, ഇവളാണ് പെണ്ണ്. മറ്റുള്ളവരൊക്കെ ഭവ്യതയോടെ നിൽക്കുകയാണ്, അവളാകട്ടെ ഈ മത്സരത്തിലൊന്നും പങ്കെടുക്കുന്നില്ല, എന്നാൽ പങ്കെടുക്കുന്നു എന്ന തോന്നലും കയ്യുമൊക്കെ കെട്ടി അങ്ങനെ ദൂരെ മാറി നിൽക്കുകയാണ് അവള്. കൃഷ്ണൻ ഒരു നിമിഷം ആ പാത്രത്തിൽ ഒന്ന് തൊട്ടു. അല്പനേരം കൃഷ്ണൻ കണ്ണുകളടച്ചു, ധ്യാനാവസ്ഥയിൽ അങ്ങനെ നിന്നു. അപ്പൊ രാധാറാണി വിചാരിച്ചു, ഇവനെന്താ ഈ കാണിക്കുന്നത്? കണ്ണുമൊക്കെ അടച്ച് ധ്യാനാവസ്ഥയിൽ നിന്ന് പിന്നെ ആര് മജീഷ്യനോ ഇവൻ? ആ സമയത്ത് കൃഷ്ണൻ വീണ്ടും രാധയെ നോക്കിയതിനു ശേഷം ആ പാത്രം ഒന്ന് തുറന്നു. അത് കണ്ടവർ അത്ഭുതപ്പെട്ടു പോയി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായി മാറിയിരിക്കുന്നു. ഒരു ചെറു പാത്രമാണ്, പക്ഷേ ഇത് തുറന്നപ്പോൾ ആ ചെറു പാത്രത്തിൽ നിരവധി പാത്രങ്ങൾ. ഇത് കണ്ട് രാധാറാണി അമ്പരന്ന് പോയി. കാരണം ഒന്ന്, താൻ കൊണ്ടുവന്നത് ഒരു ചെറിയ പാത്രം, അതിനകത്ത് മറ്റു പാത്രങ്ങളൊന്നുമില്ല.
അത് യമുനയിലെ ജലമാണ്. ഇവിടെ യമുനയിലെ ജലം കാണുന്നില്ല എന്ന് മാത്രമല്ല, ആ പാത്രത്തിനകത്ത് നിരവധി പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് പോലെയാണ്. ഇതെന്താണിത്? ഇതെന്ത് മറിമായമാണിത്? മനസ്സിൽ പറഞ്ഞു, കൃഷ്ണ നീ ഒരു ഒന്നാം തരം മാജിക്കുകാരനാണ്. കൃഷ്ണൻ പറഞ്ഞു, എന്തൊരു സുഗന്ധം രാധേ, പാചകത്തിൽ നിന്നെ ജയിക്കാൻ ആരുമില്ല. സകല ഗോപികമാരുടെയും ശിരസ്സുകൾ താന്നു. കാരണം രാധാറാണിയുടെ പാത്രത്തിലിരിക്കുന്ന പല വിഭവങ്ങളും അവർ നേരത്തെ കണ്ടിട്ട് പോലുമില്ല. എന്ന് മാത്രവുമല്ല, കൃഷ്ണൻ ആ പാത്രം തുറന്നപ്പോൾ അതിൽ നിന്ന് വന്ന കൊതിപ്പിക്കുന്ന മണം, ആ മണം ഇന്ന് വരെ അവരാരും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. കൃഷ്ണൻ ആർത്തിയോടുകൂടി ആ ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു, നോക്കൂ രാധേ, ഈ മത്സരത്തിൽ നീ തന്നെ ജയിച്ചിരിക്കുന്നു. നാളത്തെ ദിവസം മുഴുവനും രാധേ ഈ കൃഷ്ണൻ നിനക്കുള്ളതാണ്. എല്ലാ ഗോപികമാരും ആ ശിരസ് താഴ്ത്തി അവിടുന്ന് തിരിച്ചുപോയി. അവർക്കൊരു കാര്യം മനസ്സിലായി, രാധയോട് മത്സരിച്ച് ജയിക്കാൻ നമുക്കാർക്കും കഴിയില്ല. രാധ കൃഷ്ണനുള്ളതാണ്, കൃഷ്ണൻ രാധയ്ക്കുള്ളതാണ്. എല്ലാവരും പൊയ്ക്കഴിഞ്ഞപ്പോൾ രാധാറാണി കൃഷ്ണന്റെ അടുക്കൽ ചെന്നു. കൃഷ്ണ, ഞാൻ ഇതിനകത്ത് നിറച്ചത് യമുനാജലമാണ്. നീ എന്ത് മാജിക്കാണ് ഇതിനകത്ത് കാണിച്ചത്? രാധേ, നീ കൊണ്ടുവന്ന നിന്റെ കൈകൊണ്ട് വച്ച ഭക്ഷണം ഞാൻ നേരത്തെ കഴിച്ചല്ലോ രാധേ. രാധാറാണി പറഞ്ഞു, എപ്പോൾ? നീ വന്ന വഴിക്ക് തന്നെ ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് തരികയും ചെയ്തു രാധേ. ഞാനത് രുചിയോടുകൂടി ഭക്ഷിച്ചു. അതിനുശേഷം നീ യമുനയിൽ പോകുന്നതും യമുനയിൽ നിന്ന് വെള്ളം നിറയ്ക്കുന്നതും ഞാൻ കണ്ടു രാധേ. രാധാറാണി പറഞ്ഞു, കൃഷ്ണ, നീയാണോ ആ കുട്ടിയായിട്ട് വന്നത്? കൃഷ്ണൻ പറഞ്ഞു, പിന്നെ എനിക്ക് വിശക്കത്തില്ലേ? നീ എത്ര നേരമായി? നീ മനഃപൂർവ്വം താമസിക്കുകയല്ലായിരുന്ന രാധേ. അപ്പൊ നീ എന്നെ തേടി വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ തേടി വരാമെന്ന് വിചാരിച്ചു രാധേ. കാരണം നീ എൻ്റെ പ്രാണനില്ലേ, എനിക്ക് നിന്നോടത്തല്ലേ ചെലവഴിക്കാൻ ആഗ്രഹം. മറ്റു ഗോപികമാരൊക്കെ എപ്പോഴും എന്നോടൊത്ത് ചെലവഴിക്കണമെന്ന് ആഗ്രഹം പറയും. ചിലരൊക്കെ പരാതിയും പരിഭവവും പറയും, കൃഷ്ണ നീ എപ്പോഴും രാധയുടെ കൂടെയാണ്, ഞങ്ങൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് രാധയ്ക്കുള്ളത്? അപ്പോൾ അവർക്കില്ലാത്ത ഒരുപാട് പ്രത്യേകത രാധയെ നിനക്കുണ്ടെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. അതിനു വേണ്ടിയല്ലേ ഞാനിത് വെച്ചത്. നീ എൻ്റെ സർവസ്വവുമല്ലേ. രാധാറാണിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. രാധാറാണി മുട്ടുകുത്താൻ പോയപ്പോൾ കൃഷ്ണൻ രാധയുടെ കൈകളിൽ പിടിച്ചു. രാധേ, കൃഷ്ണന്റെ മുന്നിൽ രാധയല്ല, രാധയുടെ മുന്നിൽ കൃഷ്ണനാണ് മുട്ടുകുത്തേണ്ടത്. കൃഷ്ണൻ രാധയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. രാധാറാണി കൃഷ്ണന്റെ ശിരസ് തൻ്റെ വയറിനോട് ചേർത്ത് വെച്ചു. കൃഷ്ണനാകട്ടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചേർന്നു നിന്നു. പ്രണയത്തിന്റെ ഉദാത്ത നിമിഷം, ശുദ്ധ പ്രണയത്തിന്റെ ഉദാത്ത നിമിഷങ്ങളിൽ രാധാകൃഷ്ണന്മാർ ലയിച്ചു നിന്നു. പ്രപഞ്ചം പോലും നിശ്ചലമായി നിന്നു. ഇനി നമുക്ക് കഴിഞ്ഞെടുത്ത് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങാം. ഭീമസേനന് ഏതു വിധത്തിലും ജലന്ധരയെ കിട്ടണം. അതിന് രാധാറാണി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. അങ്ങനെ നേരം അർദ്ധരാത്രിയായി. എല്ലാവരും നല്ല മയക്കത്തിലാണ്. ഭീമസേനൻ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്കിറങ്ങി നദിയുടെ തീരത്തേക്ക് നടക്കുകയാണ്. ഈ സമയത്തൊരാള് ഭീമസേനനെ പോകുന്നത് കണ്ടിട്ട് പിന്തുടരുകയാണ്. അതാരാണെന്നല്ലേ കാത്തു നിൽക്കൂ. അങ്ങനെ ഭീമസേനൻ നാലു ചുറ്റും നോക്കി, ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ഭീമസേനനെ പിന്തുടർന്ന ആള് മാറി നിൽക്കും. എന്നിട്ട് ഭീമസേനൻ വീണ്ടും നടക്കും. അങ്ങനെ നടന്ന് നദിയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നു. കയ്യിലാകട്ടെ ഒരാന തോട്ടി കരുതി വച്ചിട്ടുണ്ട്. രാജകുമാരനും രാജകുമാരിയും ഒക്കെ ഉറക്കം ആയിട്ടുണ്ട്. രാജനൗകയിലേക്ക് അദ്ദേഹം ഒന്ന് നോക്കി.
ഉറക്കം തൂങ്ങി കുറേ തുഴക്കാര് മാത്രം അവിടെ ഇരിക്കുന്നു, വള്ളം തുഴയുന്നവര്. കാരണം വേലിയേറ്റം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വേലിയേറ്റം വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വള്ളം മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഭീമസേനൻ എന്ത് ചെയ്തു? ആ നദീ തീരത്തുകൂടി നടന്ന് വള്ളങ്ങളിൽ നിന്ന് കുറച്ച് ദൂരേക്ക് പോയി. ദൂരേക്ക് പോയിട്ട് ശബ്ദമുണ്ടാക്കാതെ ഭീമസേനൻ ആ നദിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഒരു നിമിഷം ഭീമസേനൻ രാധാറാണിയോട് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ, രാധാറാണിയുടെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഭീമൻ ഒരു രസികനാണ്. എന്നിട്ട് ഭീമൻ വീണ്ടും പറഞ്ഞു, കൃഷ്ണന് ജപിക്കാമെങ്കിൽ പിന്നെ എനിക്കെന്താണ്? രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. അങ്ങനെ 3 തവണ ഭീമസേനൻ നദിയിൽ നിന്ന് തന്റെ വലിയ ശരീരമൊക്കെ കുലുക്കി ഈ മന്ത്രം ചൊല്ലി. പക്ഷെ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഭീമസേനൻ അങ്ങനെ ഭക്തിയിൽ ലയിച്ചൊന്നുമല്ല ചൊല്ലുന്നത്. ഭീമസേനൻ ഒരു നിഷ്കളങ്കനാണ്. എന്താണ് ഒരു രസം, എന്നാൽ ഒരു ഭക്തി, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ഭാവത്തിലാണ്. അല്ലാതെ അതീവ ഭക്തിയിലല്ല ഭീമസേനൻ ഇത് ചൊല്ലുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഭീമസേനൻ എന്ത് ചെയ്തു? ശബ്ദമുണ്ടാക്കാതെ വെള്ളത്തിലൂടെ പതുക്കെ നീന്തി 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജനൗക, അതായത് രാജകുമാരിയും സുശർമാവെന്ന രാജകുമാരനും അവര് രണ്ടുപേരും സഹോദരന്മാര് അവര് ഉറങ്ങിക്കിടക്കുന്ന ആ രാജകീയമായ വള്ളത്തിന്റെ അടുത്ത്, അതിനെയാണ് രാജകീയ നൗക, രാജനൗക എന്ന് പറയുന്നത്. ആ വള്ളത്തിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഭീമസേനൻ എന്ത് ചെയ്തു? വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിക്കൊണ്ട് തന്റെ അമാനുഷികമായ ശക്തി ഉപയോഗിച്ച് വള്ളം കുലുങ്ങാതെ തന്റെ അടുക്കലേക്ക് പിടിച്ചിട്ട് ആനത്തോട്ടി വെച്ചിട്ട് അതിന്റെ വശങ്ങളിൽ തുളയിട്ടു. അതിന്റെ വശങ്ങളിൽ നന്നായി തുളയിട്ടു. തുളയിട്ടതിന് ശേഷം ഭീമസേനൻ തിരിച്ചു നീന്തി ഈ വള്ളത്തിൽ നിന്ന് കുറച്ചു ദൂരത്തേക്ക് പോയി ആനത്തോട്ടി ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടു. എന്നിട്ട് തൻ്റെ ദേഹമൊക്കെ അങ്ങോട്ട് തുടച്ചു. വീണ്ടും രാജകുമാരി കിടക്കുന്ന, ജലന്ധര കിടക്കുന്ന വള്ളത്തിന്റെ അടുക്കലേക്ക് വന്ന് ഭീമസേനൻ ക്ഷമാപൂർവം കാത്തു നിൽക്കുകയാണ്. എന്നാലും ഭീമസേനൻ ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ മനസ്സിൽ പറയും, രാധാറാണി വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ വന്നത്. അവസാനം വെള്ളത്തിൽ വീണ് ഈ ജലന്ധരയെങ്ങാനും തീർന്നു പോകുമോ? എന്നിട്ട് ഭീമസേനൻ ഒരു ചിരി ചിരിക്കും. എന്നിട്ട് ഭീമസേനൻ പറഞ്ഞു, എവിടെ? ഭീമന്റെ കൈക്കരുത്ത് എന്താണെന്ന് രാധാറാണിക്ക് അറിയാം. അതുകൊണ്ടല്ലേ രാധാറാണി പറഞ്ഞത് നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെന്നോളാൻ. കണ്ടോ, ഇവിടെയും ഭീമസേനന് ശരിക്കും പറഞ്ഞാൽ തൻ്റെ കൈക്കരുത്തിലെ വിശ്വാസം അത് ദൈവത്തെക്കാൾ വലുതാണ്. ആർക്ക്? ഭീമസേനന്. എനിക്കറിയാം, എൻ്റെ കൈക്കരുത്തിനെ കുറിച്ച് എനിക്കറിയാം, അത് രാധാറാണിക്കും അറിയാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു? നൗകയിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ഇതിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന സുശർമാവിന്റെയും ജലന്ധരയുടെയും ആ മുറിയിലേക്ക് വെള്ളം പതുക്കെ പതുക്കെ കയറാൻ തുടങ്ങി. വെള്ളത്തിന്റെ നനവ് തട്ടി അവര് കണ്ണു തുറന്നു. അയ്യോ, വള്ളത്തിലേക്ക് ജലം കയറുന്നു. എല്ലാവരും പരിഭ്രാന്തരായി. അവര് ബഹളം വെച്ചു, നിലവിളിച്ചുകൊണ്ട് ഓടി വള്ളത്തിന്റെ മുകൾ തട്ടിലേക്ക് എത്തി. ഭീമസേനൻ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വെള്ളം കയറി എന്ന് രാജകുമാരിയും രാജകുമാരനും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായ ഇരുട്ട്. അപ്പോൾ തുഴക്കാര് പന്തം കൊളുത്താൻ ശ്രമിച്ചു.
ആ സമയത്ത് നദിയിൽ നിന്ന് ശക്തമായ കാറ്റ് വീശുകയാണ്. പന്തങ്ങളങ്ങ് അണഞ്ഞുപോയി. അപ്പോൾ ഭീമസേനൻ വീണ്ടും നദിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം പതുക്കെ നീന്തി ഈ രാജനൗകയുടെ അടുത്തെത്തിയിട്ട് ഭീമസേനൻ പറഞ്ഞു, യുവരാജാവേ, ആ നൗക നദിയുടെ നടുവിലേക്ക് ഒഴുകിപ്പോകുന്നതിന് മുമ്പ് വെള്ളത്തിലേക്ക് ചാട്. സുശർമാവെന്ന് അറച്ചു നിൽക്കുകയാണ്. ചാട് യുവരാജാവേ, നൗക ഇവിടുന്ന് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ നടുക്ക് ചെന്നാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല, ജീവൻ പോകും. അതിന്റെ അപ്പുറത്ത് ജലന്ധര നിൽക്കുന്നത് കണ്ടിട്ട് ഭീമസേനൻ പറഞ്ഞു, രാജകുമാരി ജലന്ധരെ, ചാടിക്കൊള്ളൂ, ഞാൻ പിടിച്ചുകൊള്ളാം, ഈ വൃഗോദരൻ പിടിച്ചുകൊള്ളാം. അപ്പോൾ ഉടനെ ജലന്ധര പറഞ്ഞു, എന്ത്, ഇത് നമ്മുടെ വൃഗോദര രാജകുമാരനല്ലേ? അപ്പം ഭീമസേനൻ പറഞ്ഞു, അതെ, ഞാൻ വൃഗോദരനാണ്, ചാടിക്കൊള്ളൂ. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ജലന്ധര എടുത്തൊരൊറ്റ ചാട്ടം. നിലത്ത് വീഴുന്നതിന് മുമ്പ് ഭീമസേനൻ ജലന്ധരയെ പൂണ്ടടക്കം അങ്ങ് പിടിച്ചു. ആ സമയത്ത് സുശർമാവിനോട് പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ചാട്. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് രാജകുമാരൻ എടുത്ത് ചാടി വെള്ളത്തിലേക്ക് കമന്നു വീണു. രാജകുമാരനെ ഭീമസേനൻ പിടിച്ച് നേരെ നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ നീന്തിവാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭീമസേനൻ ജലന്ധരയെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഭീമസേനൻ വിചാരിക്കുകയാണ്, ഒരു പഞ്ഞിക്കെട്ട് പോലെ എത്ര മൃദുലമാണവൾ. അവൾ തന്റെ നെഞ്ചിൽ ഒട്ടിക്കിടന്നപ്പോൾ ഭീമസേനന് വല്ലാത്ത സന്തോഷം തോന്നി. ഭീമസേനൻ മനസ്സിൽ തട്ടിപ്പറഞ്ഞു, രാധാറാണി നന്ദി, രാധാറാണി നന്ദി, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭീമസേനൻ ജലന്ധരയെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവളുടെ ശിരസ് മാത്രം ജലത്തിന്റെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരയുടെ നേർക്ക് നീന്താൻ തുടങ്ങി. എന്നിട്ട് ഈ സമയത്ത് ആ നീന്തുന്നതിനിടയിൽ വള്ളക്കാരോട് പറഞ്ഞു, രാജകുമാരനെയും രാജകുമാരിയുടെയും കാര്യം ഞാൻ നോക്കാം. നിങ്ങൾ നൗക നദിയുടെ മധ്യത്തിലേക്ക് ഒഴുകിപ്പോകാതെ നോക്ക്. ഈ സമയത്ത് ഈ നൗകയിൽ വെള്ളം കയറി അതിന്റെ ബഹളം കേട്ട് കുറെ പേര് പന്തങ്ങളുമായി നദീതീരത്തെത്തി. അപ്പൊ ഉടനെ ഭീമസേനൻ അവരോട് വിളിച്ചു പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ഈ വള്ളക്കാരെയും അതിലെ പരിചാരകരെയും രക്ഷിക്കൂ. ഞാൻ രാജകുമാരിയെയും രാജകുമാരനെയും രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ സമയത്ത് ഭീമൻ ജലന്ധരയെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നീന്തുകയാണ്. അപ്പോഴേക്കും ജലന്ധരയുടെ ബോധം മറഞ്ഞു. ഭീമസേനന്റെ കൈകളിൽ ഒരു കുഞ്ഞിനെ പോലെ ബോധം നശിച്ചു കിടക്കുകയാണ്, ബോധരഹിതയായി കിടക്കുകയാണ്. ഭീമസേനൻ തന്റെ കുഞ്ഞനുജത്തിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് സുശർമാവിന് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ വേറെ മാർഗമില്ല, സഹിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഭീമനാകട്ടെ നീന്തലിന്റെ വേഗത കുറച്ചു. അത്രത്തോളം പതുക്കെ പോകാം, അത്രത്തോളം പതുക്കെ നീന്തി. കാരണം ജലന്ധര തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയെങ്കിലും നീന്തി 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 പതുക്കെ സുശർമാവ് കരയിലെത്തി. ഭീമസേനൻ ജലന്ധരയെ എടുത്ത് തോളത്തിട്ട് കൊണ്ടുവന്നു. അപ്പൊ സുശർമാവിന് വലിയ കരുത്തില്ല. അതുകൊണ്ട് സുശർമാവ് തണുത്ത് വിറയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ ഭീമസേനൻ നമ്മുടെ ജലന്ധരയെ എടുത്ത് തോളത്തിട്ടിട്ട് പറഞ്ഞു, വാ, ഞാൻ നിങ്ങളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാം. ആ പന്തം കൊളുത്തിരിക്കുന്നവർ മുമ്പേ നടക്കൂ, ഞാൻ നിങ്ങളുടെ പിന്നാലെ ജലന്ധരയുമായി വരാം. ഏറ്റവും പിന്നിലായിട്ട് സുശർമാവ് വരട്ടെ. സുശർമാവിന് കൊല്ലാത്ത എതിർപ്പ് തോന്നി. സുശർമാവ് പറഞ്ഞു, വേണ്ട, നിങ്ങൾ അവളെ താഴെ നിർത്തൂ. പക്ഷേ ഭീമസേനൻ അത് കേട്ട മട്ട് പോലും കാണിച്ചില്ല. സുശർമാവാകട്ടെ കിടുകിടാ താടി വിറയ്ക്കുകയാണ്. അയാൾക്ക് മനസ്സിലായി, ഭീമസേനനോട് നമുക്ക് എതിരിടാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. എന്നാൽ ജലന്ധര ഭീമസേനന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നത് കണ്ട് സുശർമാവ് ആകപ്പാടെ അസ്വസ്ഥനാവുകയും ചെയ്തു.
പക്ഷേ സുശർമാവ് നിസ്സഹായനായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭീമസേനനാകട്ടെ അതിയായ സന്തോഷത്തില് ജലന്ധരയെ, നനഞ്ഞൊട്ടിയ ജലന്ധരയെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പോവുക. അപ്പൊ ഭീമസേനൻ മനസ്സിൽ വിചാരിക്കുക, ഒരു കൊച്ചു കുഞ്ഞിന്റെ ഭാരം മാത്രമേ ഉള്ളൂ ഇവക്ക്. പെട്ടെന്ന് ആ ഭീമസേനന്റെ മനസ്സിലേക്ക് ഹിഡിംബിയുടെ ഭാരം കടന്നു വന്നു. ഹിഡിംബിയെ താൻ പണ്ട് പൊക്കിയെടുത്തത് ഓർമ്മ വന്നു. എന്തൊരു ഭാരമാണ് അവക്ക്. അതാലോചിച്ചപ്പോൾ ഭീമൻ നന്നായിട്ടൊന്നങ്ങ് ചിരിച്ചു. എന്നിട്ട് ഭീമസേനൻ ആ ബോധം കെട്ടുകിടക്കുന്ന ആ ജലന്ധരയുടെ ചെവിയിൽ പറഞ്ഞു, പൂക്കൾ കൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജലന്ധരേ, നിന്റെ ശരീരം മുഴുവനും പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഒരു പൂ എടുത്തുകൊണ്ട് പോകുന്ന ഭാരമേ നിനക്കുള്ളൂ. നിസ്സഹായയായി ഭീമസേനന്റെ നെഞ്ചോട് ചേർന്ന് അങ്ങനെ കിടക്കുന്ന ജലന്ധരയുടെ സാമീപ്യം കുറച്ചൊന്നുമല്ല ഭീമസേനനെ സന്തോഷിപ്പിച്ചത്. അങ്ങനെ ആശ്രമ പാതയിലൂടെ അവർ 3 പേരും മുന്നോട്ടിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിൽ തൻ്റെ ചെവികളിൽ ആ മൃദു ശബ്ദം ഇങ്ങനെ മുഴങ്ങുകയാണ്. അതായത് ആ അതിമനോഹരമായ ശബ്ദം, വൃഗോദര രാജാവേ, നൗക വെള്ളത്തിൽ മുക്കിയത് അങ്ങാണല്ലേ. ഭീമൻ അത്ഭുതത്തോടെ നോക്കി. തൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് ജലന്ധരയാണ് പറയുന്നത്. എന്നിട്ട് ജലന്ധര വീണ്ടും ഒന്ന് കണ്ണുകൾ പൂട്ടി പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോയ പോലെ. ഭീമസേനൻ ആകപ്പാടെ ഒരിതായി. എന്ത്, ഇവൾ ഇത്രയും നേരം യഥാർത്ഥത്തിൽ അബോധാവസ്ഥയിലായിരുന്നു, അതോ ഇപ്പം ബോധം വന്നിട്ട് പറഞ്ഞ് വീണ്ടും ബോധം പോയോ? എന്തായാലെന്താ, അവളുടെ ആ ശബ്ദം കേട്ടല്ലോ, അവൾക്ക് മനസ്സിലായി ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാനാ ഇത് ചെയ്തതെന്ന്. ഭീമസേനൻ ഒന്നും കൂടി ആ ജലന്ധരയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അങ്ങനെ ആശ്രമ കവാടത്തിലെത്തി. ആശ്രമ കവാടത്തിലെത്തിയപ്പോൾ നമ്മുടെ ഭീമസേനൻ സുശർമാവിൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, രാജകുമാര, ഞാൻ രാജകുമാരിയെ അങ്ങയുടെ പർണശാലയിലേക്ക്, ഞാൻ രാജകുമാരിയെ അമ്മ കുന്തി ദേവിയുടെ പർണശാലയിൽ കൊണ്ടാക്കിയിട്ട് വരാം. അങ്ങൊരു കാര്യം ചെയ്തോളൂ, എൻ്റെ പർണശാലയിലേക്ക് പോകൂ. അങ്ങയുടെ വസ്ത്രം മാറ്റിയിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങൂ. നോക്കൂ, അങ്ങയ്ക്ക് ജലദോഷം പിടിക്കും കേട്ടോ, അതുകൊണ്ട് വേഗം പോയി ദേഹമൊക്കെ തുടയ്ക്കൂ. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ സുശർമ ഒരു നിമിഷം പകച്ചു നിന്നു. തന്റെ സഹോദരിയെ അവന്റെ തോളിൽ കിടക്കുകയാണ്. സുശർമാവിന്റെ മനസ്സൊന്ന് പിടഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സുശർമാവ് ഭീമസേനന്റെ പർണശാലയിലേക്ക് നടന്നു. അപ്പോൾ അമ്മ കുന്തിയുടെ അടുത്തേക്ക് ആ ജലന്ധരയെയും കൈകളിൽ എടുത്തുകൊണ്ട് ഭീമസേനൻ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഭീമസേനൻ ജലന്ധരയുടെ ചെവികളിൽ ഇങ്ങനെ മന്ത്രിച്ചു, എന്നെ കൂടാതെ ഹസ്തിനപുരത്തിലേക്ക് പോകാമെന്ന് കരുതിയല്ലേ നീ? ശ്രമിച്ചു നോക്ക്, ഇനി അതിന് പറ്റുമോന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നിട്ട് പറഞ്ഞു, രാധാറാണി, കോടി നമസ്കാരം. കണ്ടില്ലേ, പൂക്കളെപ്പോലെ അവൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത്. വീണ്ടും ഭീമസേനൻ ഒന്ന് കുനിഞ്ഞ് ജലന്ധരയുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു, നോക്ക്, ഈ വൃഗോദര രാജാവിനോടൊപ്പം നീയും വരണം ഹസ്തിനപുരത്തിലേക്ക്. എന്നെ കൂടാതെ നീ പോകാമെന്ന് കരുതിയോ? നോക്ക്, വൃഗോദരന് വലിയ വിശപ്പാണ് കേട്ടോ, നിന്നെ ഞാനങ്ങ് ജീവനോടെ തിന്നുകളയും. തിന്നട്ടെ, ഞാൻ നിന്നെ തിന്നട്ടെ. പക്ഷേ ജലന്ധര ഇങ്ങനെ അബോധാവസ്ഥയിൽ എന്ന പോലെ തന്നെ കിടക്കുകയാണ്. പക്ഷേ ഭീമസേനൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അബോധാവസ്ഥയിൽ കിടക്കുന്ന ജലന്ധരയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഭീമസേനന്റെ മനസ്സിൽ കുളിര് നിറച്ച പുഞ്ചിരി. അതെ, ആ പുഞ്ചിരി
ഭീമസേനന്റെ മനസ്സ് നിറച്ചു. അവൾ അബോധാവസ്ഥയിലല്ല, അവൾ ബോധാവസ്ഥയിലാണ്, അവൾ ബോധാവസ്ഥയിലാണ്. അപ്പോൾ ഭീമസേനൻ കുനിഞ്ഞ് ഒന്നുകൂടി അവളെ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഈ വൃഗോദരൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അപ്പോഴും ജലന്ധരയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഭീമസേനനെ പിന്തുടർന്ന ഒരാൾ വന്നിരുന്നു എന്ന്. ആ പിന്തുടർന്നു വന്നയാള് വളരെ വേഗം സുശർമാവ് എത്തുന്നതിന് മുമ്പ് തന്നെ ഭീമസേനന്റെ കട്ടിലേക്ക് കയറി. ആ കട്ടിലിൽ കിടത്തയും ആരംഭിച്ചു. ആരായിരിക്കാമത് നിങ്ങൾക്ക് പറയാമോ? ഒരു ചെറിയ ക്ലൂ ഞാൻ തരാം. പഞ്ചപാണ്ഡവരിൽ ഒരാള്. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. കമന്റ് ബോക്സിലൂടെ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. പഞ്ചപാണ്ഡവരിൽ ഒരാളാണത്. അതാരായിരിക്കും? പഞ്ചപാണ്ഡവരിൽ ആരായിരിക്കും? അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരും ഉത്തരവുമായി. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ക്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.